കേരളത്തിലെ LP ലോവർ പ്രൈമറി അധ്യാപക ജോലിയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അധ്യാപക നിയമന പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു LP ടീച്ചർ എങ്ങനെയാണ് ജോലിയിൽ പ്രവേശിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് NCTE കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അംഗീകൃതമായ അധ്യാപക പരിശീലന കോഴ്സുകൾ പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ TTC എക്സാം പാസ്സായിരിക്കണം. അതിനുശേഷം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയിൽ ഉന്നത വിജയം കൂടി നേടിയാൽ മാത്രമേ LP സ്കൂൾ ടീച്ചറായിട്ട് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു LP ടീച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 1 മുതൽ 4 വരെ ക്ലാസ്സുകളുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ചുമതല. ഇനി പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ മലയാളം, ഇംഗ്ലീഷ്, ഗണിതം, സാമൂഹിക ശാസ്ത്രം എന്നിവ കുട്ടികൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പഠിപ്പിക്കുക എന്നതും ടീച്ചറുടെ ചുമതലയാണ്. അതുപോലെ തന്നെ പ്രായോഗിക പരിശീലനം, കുട്ടികൾക്ക് പ്രായോഗിക വിഷയങ്ങളിൽ വിദ്യാഭ്യാസം നൽകുക, നീതി, കർമ്മനിഷ്ഠ, കരുണ എന്നിവ നൽകി കുട്ടികളിൽ മികച്ച ശീലങ്ങൾ വളർത്തുക എന്നതും ടീച്ചറുടെ ചുമതലയാണ്. ഇനി അടുത്തത് ശമ്പളവും ആനുകൂല്യങ്ങളും നോക്കാം. ഒരു LP സ്കൂൾ ടീച്ചറിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് 35,600 രൂപ മുതൽ 79,200 രൂപയാണ്. LP ടീച്ചറായിട്ട് കയറുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രഥമ സാലറിയാണ് 35,600. പിന്നീട് ഓരോ വർഷവും വാർഷിക വർധനവും ഉണ്ടാകുന്നുണ്ട്. ഇനി അത് കൂടാതെ ഡിയർനെസ് അലവൻസ് അഥവാ DA ലഭിക്കുന്നുണ്ട്, HRA ഹൗസ് റെൻ്റ് അലവൻസ് അഥവാ HRA ലഭിക്കുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ആയിട്ടുള്ള മെഡിസെപ്പ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിരമിച്ചതിന് ശേഷം പെൻഷനും ലഭിക്കുന്നുണ്ട്. 2013 ശേഷമാണെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം വഴിയുള്ള പെൻഷനാണ് ലഭിക്കുന്നത്. ഇനി 2013 മുന്നേ ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ലഭിക്കുക. അടുത്തത് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അധ്യാപക പരിശീലന ക്യാമ്പുകൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ. അതുപോലെ തന്നെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് സർക്കാർ മികച്ച അധ്യാപകർക്കുള്ള അവാർഡും ലഭിക്കുന്നു. ഇനി പ്രൊമോഷൻ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. LP സ്കൂൾ ടീച്ചറായിട്ട് കയറുന്ന ഒരാൾ പിന്നീട് അസിസ്റ്റൻ്റ് മാസ്റ്റർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് മിസ്ട്രസ്സായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം അധ്യാപക പരിശീലനമായിട്ടും ചുമതലകൾ ലഭിക്കുന്നുണ്ട്. ഇനി പാഠ്യപദ്ധതി നവീകരണത്തിനും ടീച്ചർമാർ പ്രത്യേക പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൂടാതെ ടെക്നോളജിയുടെ ഉപയോഗം, ഡിജിറ്റൽ പഠന മാർഗ്ഗങ്ങൾ, ഇപ്പോൾ പുതിയ കാലത്താണെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള പഠനങ്ങളിലൊക്കെ ടീച്ചേഴ്സിന് ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള നൂതന പാഠ്യപദ്ധതികൾ രൂപകൽപ്പന ചെയ്യുന്നതും ടീച്ചേഴ്സാണ്. ഇനി LP സ്കൂൾ ടീച്ചർമാർ പിന്തുടരേണ്ടത് സർക്കാരിൻ്റെ KSR ആണ്, കേരള സർവീസ് റൂൾ അനുസരിച്ചിട്ടുള്ള ആണ് അവർ പിന്തുടരേണ്ടത്. വിദ്യാഭ്യാസ യോഗ്യതകൾ, പരിശീലന മാർഗ്ഗങ്ങൾ എന്നിവയ്ക്ക് അംഗീകാരം നൽകുക എന്നിവയും LP സ്കൂൾ ടീച്ചർമാരുടെ ഇതായിട്ട് വരുന്നുണ്ട്. ഈ ഘടന അനുസരിച്ചിട്ട് LP സ്കൂൾ അധ്യാപകർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള തൊഴിൽ സുരക്ഷയും അധ്യാപക പരിപാലനവും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്.